ബീഹാറിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ നടന്ന് അതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടിറങ്ങാത്ത ബീഹാറിൽ ഒരു വോട്ടർ അധികാര യാത്രയുമായി രാഹുൽ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ യാത്രയുടെ മുന്നോട്ടുള്ള വഴികളിൽ നമ്മൾ കാണേണ്ടി വരിക? ഏത് നിലക്കാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? അതിന്റെ വിശദാംശങ്ങൾ. സേഫു, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നാഡീവ്യൂഹങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഒന്ന് തന്നെയാണ് യാത്രകൾ എന്ന് പറയുന്നത്. പല രാഷ്ട്രീയ ചരിത്രങ്ങളുടെ ചിത്രം പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെയും നമ്മൾ കണ്ടതാണ്. പലപ്പോഴും അത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര നമുക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ആ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് തന്നെ മാറ്റിക്കൊടുത്ത ഒരു യാത്ര തന്നെയായിരുന്നു അത്. ഇപ്പോൾ നോക്കൂ, സേഫു സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിൽ മറ്റൊരു തുടക്കത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ ഈ യാത്രയെ നമുക്ക് വിശേഷിപ്പിക്കാം. വോട്ടർ അധികാര യാത്ര ഇന്ന് ബീഹാറിലെ തുടക്കം എന്ന് പറയുന്നത് സാസാറാമിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അല്പസമയത്തിനും തന്നെ യാത്ര ആരംഭിക്കുകയും ചെയ്യും. ഇത് 16 ദിവസമാണ് ഈ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബീഹാറിൽ ഈ 16 ദിവസവും രാഹുൽ ഗാന്ധി ഉണ്ടാകും. 16 ദിവസങ്ങളിൽ 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിക്കും, യാത്രയുടെ ഭാഗമാകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 1300 കിലോമീറ്ററുകൾ 24 ജില്ലകൾ, ബീഹാറിലെ 24 ജില്ലകളിൽ താണ്ടിയാണ് ആ യാത്രയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. 24 ജില്ലകളിലെ 60 മണ്ഡലങ്ങളാണ് ഈ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നത്. അതിൽ 60 മണ്ഡലങ്ങളിലൂടെ യാത്ര പോകുന്നു. ഈ 60 മണ്ഡലങ്ങളിൽ 60 സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുകയില്ല. അതിന് കൃത്യമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ മാത്രമേ അദ്ദേഹം പ്രസംഗിക്കുകയും ഒപ്പം തന്നെ ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകുകയും ചെയ്യുകയുള്ളൂ. കാൽനടയായും വാഹനത്തിലാണ് പ്രധാനമായും അദ്ദേഹം യാത്ര നടത്തുന്നത്. അത് നമ്മൾ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഭാരത് ജോഡോ യാത്രയുടെ മറ്റൊരു പതിപ്പാണ് ഈ യാത്രയിലും ഉണ്ടാവാൻ പോകുക. അത് നമ്മൾ കണ്ടറിയണം ഏത് തലത്തിലായിരിക്കും അതിനെ രാഹുൽ ഗാന്ധി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അത് തുടങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ യാത്ര തുടങ്ങുന്ന ഇന്ന് മുതൽ സെപ്റ്റംബർ 1 വരെ തുടർച്ചയായിട്ട് രാഹുലിനൊപ്പം സഞ്ചരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഇനിയും വ്യക്തതയെ വരേണ്ടതുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് സമാപന ദിവസമായ സെപ്റ്റംബർ 1 ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം തന്നെയും പ്രധാന നേതാക്കളൊക്കെയും ഈ യാത്രയുടെ ഭാഗമാകുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ട്. ഈ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 1300 കിലോമീറ്റർ താണ്ടി 60 മണ്ഡലങ്ങൾ താണ്ടി ജില്ലകൾ താണ്ടി രാഹുൽ നയിക്കുന്ന ഈ യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ട് എന്നാണ്. യാത്രയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ഇടവേളകളാണ് ഉള്ളത്. അതായത് ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് മാസം 20-ാം തീയതി വരെ ഒരു ഘട്ടമായി യാത്ര തുടരും. 19-ാം തീയതി വരെ യാത്ര തുടരും. 20-ാം തീയതി അവധിയാണ്. പിന്നീട് 21 മുതൽ 24 വരെ വീണ്ടും യാത്ര പുനരാരംഭിക്കും. 25-ന് യാത്രയ്ക്ക് ഇടവേളയാണ്. പിന്നീട് 26 മുതൽ 30 വരെയാണ് യാത്ര തുടരുന്നത്. 31-ാം തീയതി യാത്രയ്ക്ക് ഇടവേളയാണ്. സമാപനം സെപ്റ്റംബർ 1 അത് പട്നയിൽ വെച്ചാണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത് യാത്രയുടെ ഭാഗമായി. അന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, അതായത് ഈ യാത്രയിൽ ഒട്ടേറെ രാഷ്ട്രീയ വിസ്ഫോടനങ്ങൾക്ക് സാക്ഷിയാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ പറയുന്നു. അതായത് NDA ക്യാമ്പിനുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി പല കക്ഷികളെയും ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഈ യാത്രയുടെ ഭാഗമായി അണിയറയിൽ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും സംഭവിക്കുക? പാട്നയിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതി നടക്കുന്ന ഈ സമാപന റാലിയിൽ അന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.